കണ്ണീരോടെ ഒരു നാടാകെയും തേങ്ങുന്ന കാഴ്ചയാണ് മലപ്പുറം പാങ്ങിൽ നിന്ന് നമ്മൾ കാണുന്നത്. ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ പൊതുദർശനം അവസാനിക്കാനുള്ള സമയമായി. ഇതിനകം തന്നെ സ്കൂൾ ഗേറ്റ് അടച്ചിട്ടുണ്ട്. അമ്പലപ്പറമ്പിലെ പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചിരിക്കുന്നു. ഇനിയും ആളുകൾ പൊതുദർശനം തുടരുകയാണെങ്കിൽ ബാക്കി ക്രമീകരണങ്ങളൊക്കെ അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മറ്റൊരു ദൃശ്യങ്ങളിൽ കാണാം. അതായത് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അഞ്ജന സുകുമാരനുള്ളത്. അവിടെ നിന്നും ആളുകൾ ഇപ്പോഴും ആ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പൊതുദർശനത്തിനായി എന്നുള്ളതാണ്. കണ്ടു മടങ്ങുന്ന ആളുകളുമുണ്ട്. അഞ്ജന, ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളാണ്. ആ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഇനി ആളുകളെ അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് പറയുന്നത്. വീടുകളിൽ പോയി കാണേണ്ടി വരും എന്നുള്ളതാണ്. ഈ ആളുകളൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടോ? അതെ അക്ഷയ, ഇപ്പോൾ പൊതുദർശനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം തന്നെ സ്കൂളിൻ്റെ ഗേറ്റും അടച്ചിട്ടുണ്ട്. പക്ഷേ 1 കിലോമീറ്റർ ദൂരെയാണ് ഞാനിപ്പോൾ ഉള്ളതെങ്കിൽ പോലും ഇവിടുന്ന് പോലും ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് പൊതുദർശനത്തിൽ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്ര സമയം വരെയാണ് പൊതുദർശനം എന്നുള്ള കാര്യം ഒരുപക്ഷെ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവസാനമായി ഒരു നോക്കുകൂടെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അത് പലരും ഇപ്പോൾ സംസാരിച്ചപ്പോൾ പോലും പറയുന്നത് പരിചയമൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും ഈ വാർത്ത കേട്ട് ദൂരെ നിന്ന് പോലും ഒന്ന് കാണാൻ വേണ്ടി ഓടിയെത്തിയ ഒരുപാട് ആളുകളുണ്ട്. പലരും കണ്ട് മടങ്ങുകയാണ്. എന്തായാലും നാടിനെ ഒന്നാകെ സങ്കടക്കടലിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു. 9 പേരാണ് ഒരു ദുരന്തത്തിൽ 9 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കണ്ടോ ഇക്ക? കണ്ടു പരിചയമുള്ളവരാണ്. സമയം തുടങ്ങിയിട്ടുണ്ട്. ബോഡിയൊക്കെ എടുത്ത് ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. ഇനി അധികം കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാനാ ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഭയങ്കര ഒരു ദുരന്തം തന്നെ ആയിട്ടുണ്ട്. പരിചയമുണ്ടോ ടീച്ചർമാരൊക്കെ? നമ്മുടെ നാട്ടിൽ അടുത്തുള്ള ടീച്ചർമാർ തന്നെയാണ്. ഇവിടെ നമ്മളൊക്കെ കളിച്ചു വരുന്ന ടീച്ചർമാർ തന്നെയാണ്. ഏതായാലും ഭയങ്കര ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ പഠിച്ചു പോയ സുഹൃത്താണ്. ഒരു 10-12 കൊല്ലക്കാലം ഉള്ള അടുത്തറിയുന്ന, ഇപ്പോഴും ഇന്നലെ 2:45 കൂടി സ്റ്റാറ്റസ് ഇട്ടതാണ് അവള്. ഏറെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുറേ കാലത്തെ പരിചയമുള്ള കുട്ടിയാണ്. ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഒരുമിച്ച് ഞങ്ങളുടെ ക്ലസ്റ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടീച്ചർ RP ആയിരുന്നു. കഴിഞ്ഞ വർഷം അവധിക്കാലത്തെ ട്രെയിനിങ്ങിനൊക്കെ ആശ ടീച്ചർ ഉണ്ടായിരുന്നു. എന്തൊരു സ്മാർട്ട്. അവസാനം KSTയുടെ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ടീച്ചർ ജില്ലാ സമ്മേളനത്തിന് ഞങ്ങൾ ഒരു മുറിയിലായിരുന്നു താമസിച്ചത്. വെളുപ്പിനെ അവർ വേറെ ബസ്സിന് വന്നു, ഞങ്ങളൊരു ബസ്സിന്. അങ്ങനെ ഞങ്ങൾ രണ്ടും എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു റൂമിൽ തന്നെയായിരുന്നു. ടീച്ചറെ പോലെ ഒരു സ്മാർട്ടായ ഒരു ടീച്ചർ അകാലത്തിൽ ഇങ്ങനെ പൊലിഞ്ഞു പോയതിൽ വളരെ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് അപ്പം തന്നെ വീട്ടിൽ ഒരു 4 മണിക്ക് അങ്ങനെയൊക്കെ ആവേശത്തിൽ വളരെ സന്തോഷത്തോടെ വണ്ടിയിൽ യാത്ര ചെയ്ത് എപ്പോഴും എന്നെ ചേർത്ത് പിടിച്ച് സംസാരിക്കുക. എൻ്റെ ടീച്ചറേ എന്ന് പറഞ്ഞിട്ടാ ഓടി വരിക. ആ വേർപാട് ഇത്രയും ദൂരത്തുനിന്നാണ് ഞാൻ ചെമ്മങ്ങടവെന്ന് വന്നതാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാ ടീച്ചറെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ നിന്നതെന്നറിയോ. കണ്ടു. വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ ബോഡി വിട്ട് കിട്ടുമ്പോൾ തന്നെ കുറേ സമയമെടുക്കും. ചെല്ലുമ്പോൾ തന്നെ കുളിപ്പിച്ച് ഇനിയിപ്പോൾ സംസ്കാരത്തിൻ്റെ നടപടികൾ, നമ്മൾ ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്നില്ല. കണ്ടു ടീച്ചറെ. മനസ്സിലെ വിഷമം ഇപ്പോൾ പങ്കുവെച്ചു എന്ന് മാത്രം. ഇപ്പോൾ പലർക്കും ഓർക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. ടീച്ചറെ പറ്റിയാണ് പറയുന്നത്. ആശ ടീച്ചറെ പറ്റി അവിടെയുള്ള നാട്ടുകാർക്കും അത് തന്നെയായിരുന്നു പറയാനുള്ളത്. വളരെ സ്മാർട്ടായ ടീച്ചർ. നോക്കിപ്പോൾ